ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പായസം കുടിച്ച് നവ്യ പറയാണ് നയനയോട്, ആദർശേട്ടനെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചതിൽ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ നയന പറയാണ്, മണ്ഡലകാലമല്ലേ, നോമ്പും ഈ ഒരു മാലയിടലൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, നമ്മുടെ അച്ഛന് തന്നെ മല ചൂട്ടാൻ പറ്റുന്നില്ല, അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതാണ് സമാധാനം എന്ന് പറയണേ. എന്നാൽ അബി ഇത് ഇട്ട് എന്ന് കരുതിയിട്ടും അവനും അവൻ്റെ അമ്മയും ഒന്നും ഒരിക്കലും നേരാവില്ല എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇവരുടെ സംസാരമൊക്കെ അനാമിക ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. കാരണം പായസം കുടിച്ച് ഇവൾമാർക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അനാമിക എത്തി നോക്കുമ്പോൾ ഇവൾമാർ നല്ല കഥ പറയുന്നു. അത് കേൾക്കുന്ന അനാമികക്ക് ദേഷ്യം പിടിച്ച് താഴോട്ട് പോകണം കേട്ടോ. ഇതേ സമയം രേവതിയാണെങ്കിലോ ഇങ്ങനെ തൻ്റെ ഭർത്താവിനോട് സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണു പറയാണ്, ഈ ജലജ എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേവതി പറയണേ, അതിനെ അവർ ഈ വീട്ടിലെ മകളല്ലല്ലോ, അതാണ് നമുക്ക് ഭാഗ്യം, അവരെ ദത്തെടുത്ത എന്നൊക്കെ പറഞ്ഞു കേട്ടത്. അതൊരു കണക്കിന് നന്നായി, എന്തായാലും അവരൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് യാതൊരു പേടിയും വേണ്ട എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്ക് അനാമിക വരികയാണ്. അപ്പോൾ അച്ഛാ, അവർക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് വേണുവിനോട് അനാമിക പറയുമ്പോൾ അനാമികയുടെ അച്ഛൻ എണീറ്റ് നിന്ന്, കുഴപ്പം ഞമ്മക്കാന്നാ തോന്നുന്നത്, ഇനി എന്തായാലും വീട് വരെ പോകാൻ പറ്റില്ല, എൻ്റെ വയറിൽ നിന്നതാ കുളകള അടിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ രേവതി പറയാം, അയ്യോ എനിക്കുണ്ടല്ലോ പ്രശ്നം, എൻ്റെ വയറും കേടാവുന്നു. ഉടൻ തന്നെ അച്ഛൻ പറയാണ്, പായസം കുടിച്ച് നമുക്കാണ് പണി കിട്ടിയിരിക്കുന്നത് തോന്നുന്നത്, നിങ്ങൾ പായസം മാറ്റി വെച്ചോ? ഇല്ല, അവൾമാർക്ക് വെച്ച് തന്നെ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ അവിടെ ആകെ വിട്ട് പോവാണ്. പിന്നീട് വേണു ഓടടാ ഓട്ടം, എന്നാൽ ഈ സമയം പിറകെ രേവതിയും ഓടടാ ഓട്ടം കേട്ടോ. എന്നാൽ ഈ സമയം നവ്യയാണ് കാണിക്കുന്നത്. നവ്യ തൻ്റെ മൊബൈൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് തൻ്റെ അമ്മായിയമ്മ അങ്ങോട്ടേക്ക് ഓടി വരുന്നത് കാണാൻ കേട്ടോ. വയറും ഞെക്കി പിടിച്ചാണ്. അയ്യോ എന്ത് സംഭവിച്ചു എനിക്കെന്നറിയാതെ അവിടെ അങ്ങോട്ടേക്ക് ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും, തൻ്റെ ബാത്റൂമിലോട്ടാണ് വരുന്നതെന്ന് കാണുമ്പോൾ നവ്യ ഓടിച്ചെന്ന് ബാത്റൂമിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ആരാണ് ഈ ബാത്റൂമിൽ എന്ന് പറയുമ്പോൾ, ഇത് ഞാൻ, അനിയൊന്നും ഇറങ്ങി തരുമോ, ഇതെൻ്റെ ബാത്റൂമാണ്, നിങ്ങൾ നിങ്ങളുടെ ബാത്റൂമിലോട്ട് പോയിക്കോളൂ എന്നിങ്ങനെ ജലജയോട് പറയുമ്പോൾ ജലജ പറയണേ, എൻ്റെ ബാത്റൂമിൽ അവൾമാരാണ് എന്ന് പറയണേട്ടാ. എന്നാൽ ഈ സമയം ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്നും ഓടടാ ഓട്ടം വിടുകയാണ്. എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയും പായസം കുടിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയണ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഈ പായസത്തിന്, അതാണ് ഞാൻ പറയുന്നത്, മോളുണ്ടാക്കിയ പായസം അമ്പലപ്പഴ പായസം പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിങ്ങനെ മുത്തശ്ശൻ പറയണം. അതാണ് നയനമോളുടെ കൈപ്പുണ്യം അവളുടെ അമ്മായിമ്മ മാത്രം മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ജലജയുടെ കയറി വരവ്, നിങ്ങളൊന്നും തോന്നണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാത്റൂമിലോട്ട് ഓടടാ ഓട്ടം ഓടുന്നു കേട്ടോ. ഇതേ സമയം മുത്തശ്ശൻ പറയണേ, എന്തോ വയറ്റിന് പിടിക്കാത്ത എന്തോ അവൾ കഴിച്ചിട്ടുണ്ട്, അതാണ് അവളുടെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസുന്ധര പറയാണ്, അവൾ എന്നും വയറ്റിന് പിടിക്കാത്ത സ്വഭാവങ്ങളല്ലേ കാട്ടിക്കൂട്ടുന്നത്, അതുകൊണ്ട് അവൾക്ക് അത് അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ഇരുന്ന് ചിരിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം നവ്യക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ല. നവ്യ തൻ്റെ റൂമിലിരുന്ന് അട്ടഹസിച്ച് ചിരിക്കുന്ന സമയത്ത് എന്താണ് തൻ്റെ ചേച്ചി ചിരിക്കുന്നതെന്നറിയാൻ വേണ്ടി നയന വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ, എന്താ ചേച്ചി വെറുതെ ഇരുന്ന് ചിരിക്കുന്നത്, അവൾമാരൊക്കെ ഓടുന്നത് കണ്ടില്ലേ? അത് കണ്ട ഉടൻ തന്നെ നയന പറയണേ, എൻ്റെ ചേച്ചി എന്താ ശരിക്കും ഇവിടെ സംഭവിച്ചത്, ചേച്ചി എന്തെങ്കിലും അവർക്കിട്ട് ഒപ്പിച്ചോ? ഞാൻ ഒപ്പിച്ചു എന്ന് പറയണ്ട. എന്തിനാ ചേച്ചി എന്ന് പറയുമ്പോൾ, ഞാനല്ല ഒപ്പിച്ചത്, അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു എന്ന് പറയട്ടോ. ഇത് കേട്ടോടനെ എന്താ ചേച്ചി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നവ്യ കാര്യങ്ങൾ പറയട്ടോ. അതായത് അനാമികയുടെ അമ്മയും അനാമികയും കൂടി ആ പായസത്തിൽ പൊടി ചേർക്കുന്ന സമയത്ത് നവ്യ വഴി യാദൃശികമായി പോയതാണ്. ആ വേണു എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ വന്നത് മുതൽ ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, അയാൾ എന്ന് വന്നാലും അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പായസം കലക്കുന്ന ആ ഒരു സംഭവം നവ്യ കാണുകയാണ്. പിന്നീട് നവ്യ അവർ ആ പായസം കലക്കി വെച്ച് ഉടൻ തന്നെ അവരെടുത്ത് വെച്ച പായസം ഇതിലോട്ട് മാറ്റി ആ പായസത്തിൻ്റെ ബൗൾ അവർ വെച്ച് അതേ സ്ഥാനത്തോട്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ പറയണേ, ഞാനൊരു ഗർഭിണിയാണെന്ന് അറിയാതെ പോലും ചെയ്യാതെ, മുത്തശ്ശൻ ഒരു രോഗിയാണെന്ന് അറിയുക പോലും അവർക്കറിയാതെ അവർക്ക് അവരുടെ പ്രതികാരവും വാശിയും അഹങ്കാരമൊക്കെ തീർക്കണം. അപ്പോൾ അവർക്ക് ഈ വീട്ടിൽ ആരോടും സ്നേഹമില്ല. എൻ്റെ ചേച്ചി മറ്റുള്ളവരൊക്കെ മാലയിട്ട് വരുന്നതല്ലേ, അതന്നെ പറയുന്നത്, അവർക്ക് അവരുടെ വാശി തീർക്കണം. അതവർ ചെയ്തു. കാരണം വേണു വന്നേ മുതൽ ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ എന്നെ പറയണേ, അപ്പോൾ ആ മാലയുടെ കേസും മാലയും അവർ തന്നെയാണ്. എന്തായാലും നമ്മളെ ഇവിടുത്തെ അമ്മായിമ്മ പറയുന്നത് നമ്മുടെ ആണ് കട്ടും വെട്ടിച്ചും തിന്നുന്ന എന്ന്, എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കട്ടും വെട്ടിച്ചും തിന്നുന്നത് ഇവരാണെന്നുള്ള സത്യം നമ്മുടെ അമ്മായിമ്മമാർ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്തായാലും അനിയുടെ അമ്മയുടെ കാര്യമാണ് കഷ്ടം, അവർ ഇനിയൊരു പാഠം പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനക്കും ചിരി വരികയാണ് കേട്ടോ. അത് കിട്ടേണ്ടത് തന്നെയാണ് എന്നുള്ള അതിൽ ചിരി വരികയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ ജലജ കടന്നു പോകുന്നത്. അമ്മായിമ്മ ഇവിടെ വന്നേ എന്ന് പറഞ്ഞിട്ട് നവ്യ വിളിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താ എന്ന് ചോദിക്കുമ്പോൾ, അല്ല എന്തായി, വയറ് വേദനിച്ചിട്ട് നിൽക്കാൻ വയ്യ, എടി
നിങ്ങളാണ് ഈ പണി ഒപ്പിച്ചത്. ഇത് കേട്ട നവ്യ പറഞ്ഞു, ഞാൻ തന്നെയാണ്. എടി ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്താലുണ്ടല്ലോ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നത്, ഞാൻ തന്നെ ചെയ്തു എന്ന് പറയട്ടോ. ഇതേ സമയം നവ്യ അത് പറഞ്ഞിട്ടങ്ങ് പോവാണ്. എന്നാൽ നയനയോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ജലജ. നീ എന്തിനാടി ഇങ്ങനെയൊക്കെ പണിയൊപ്പിച്ചത്, നിനക്ക് അതിനുള്ള ശിക്ഷയൊക്കെ കിട്ടും, വേണ്ടത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ജലജയോട് പറയാണ്, ഞങ്ങളൊന്നല്ല അത് ചെയ്യേണ്ടവർ ചെയ്തു, അത് നിങ്ങൾ കുടിച്ചു എന്ന് മാത്രം എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ ജലജ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നവ്യ ഹോളിൽ പോയി ഇങ്ങനെ പുസ്തകം വായിക്കും. അനാമിക വയറ്റിന്ന് പോയി സഹിക്കാനാവാതെ വേദന കൊണ്ട് പൊളഞ്ഞിങ്ങനെ വയറ് ഞെക്കി പിടിച്ച് അനാമിക ഹോളിലോട്ട് വരികയാണ് കേട്ടോ. അപ്പം നവ്യ അവിടെ ഇരിക്കുന്നത് കാണുന്നില്ല. എന്നിട്ട് അനാമിക അവിടെ ഞെക്കി പിടിച്ച് നിന്നിട്ട് പറയാണ്, എൻ്റെ ശരീരത്തിൽ തുള്ളി ജലാംശം പോലും ഇല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ തളരും, ഇനി എന്താ ഈശ്വര ചെയ്യുക, എനിക്ക് വയറ് വേദനിച്ചിട്ട് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ നിൽക്കുന്ന നവ്യ അവിടെ ഉണ്ടെന്ന് അറിയാതെ അനാമിക ഇത് പറയുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നവ്യയെ കാണേണ്ട. നവ്യ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നത് അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അനാമിക വന്നിട്ട് കൂടി, നീയാണോ ഈ പണിയൊപ്പിച്ചത്? അതെ ഞാൻ തന്നെയാണ്. എന്താ ഞാൻ പണിയൊപ്പിച്ചതൊന്നും കുഴപ്പമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എടി നീ അനാമികയോടാണ് കളിച്ചത്, ആരോട് കളിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പായസത്തിൽ നിങ്ങൾ എന്തോ ചേർത്തിരിക്കുന്നു, ചേർത്തത് ഞാനല്ല നിൻ്റെ അമ്മയാണ്. എടി നീ അനാമികയാണ്, അനാമികയോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിച്ചോ, എൻ്റെ അമ്മയെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിൻ്റെ അമ്മയെ പറഞ്ഞാൽ നീ എന്തായിട്ട് ചെയ്യാൻ, നീ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അതായത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പറ്റാത്ത ആളാണ് അനാമികയെ തന്നെ പേടിക്കണം, നീ പേടിച്ചോ, എനിക്ക് നിന്നെ പേടിയൊന്നുമില്ലടി, നീ പറ്റാവുന്നതൊക്കെ ചെയ്യും, എന്നാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, ഞാൻ ഇതിനൊക്കെ പ്രതികാരം ചെയ്യും എന്നൊക്കെ അനാമിക പറയുമ്പോൾ, നീ എന്ത് കാണിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, നീ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്ക്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് നവ്യ പറയാൻ കേട്ടോ. പിന്നീട് നവ്യക്ക് ചിരിയടക്കാനാവാതെ റൂമിലിരിക്കുന്ന സമയത്താണ് തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ ഉടൻ തന്നെ, ഈശ്വര ഇനിയിപ്പോൾ ഇവരോട് എന്ത് ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കണം. അപ്പോൾ നന്ദു ആയിരിക്കും. അങ്ങനെ നന്ദു വിളിച്ചിട്ട് പറയണേ, എന്തായി, നനച്ച് വിളിച്ചോ, എവിടെ എത്തി എന്നൊക്കെ അറിഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ, അവൾ വിളിച്ചോളൂ എനിക്ക്, അവൾ എവിടെ എത്തിയെന്ന് അവൾ വിളിച്ച് പറഞ്ഞോളൂ. അപ്പോൾ നവ്യയുടെ മുഖത്ത് ഒരു സങ്കടഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ നന്ദു പറയണേ, എൻ്റെ ചേച്ചി അമ്മായിമ്മമാരെ അങ്ങനെ ഇരുന്നോട്ടെ, പക്ഷേ അഭിയേട്ടനെയും കൂടി ഒന്ന് ചേച്ചി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക, അഭിയേട്ടൻ ചേച്ചിയുടെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ചേച്ചിക്ക് എല്ലാം കൊണ്ട് സമാധാനമാവും, അഭിയേട്ടൻ ഒന്ന് നേരായാൽ മതി എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ, ഞാൻ എന്തായാലും പിന്നെ വിളിക്കാം മോളെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതേ സമയം നന്ദു പറയണേ, തൻ്റെ അച്ഛൻ പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഗോവിന്ദനോട് പറയണേ, ചേച്ചിക്ക് വലിയ മൂടൊന്നുമില്ല സംസാരിക്കാൻ, ചേച്ചി വേഗം ഫോൺ കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ, അതിനിങ്ങനെ നീ അങ്ങനെയുള്ള സംസാരമല്ലേ പറഞ്ഞത്, അവൾ ഒന്നാമത് ഗർഭിണിയാണ്, പിന്നെ അവളുടെ ഭർത്താവ് സ്നേഹമില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായാലും അവളുടെ ഉള്ളിൽ ഒരു വേദന തോന്നില്ലേ. അപ്പോൾ തന്നെ നന്ദു പറയണ, ചേച്ചി തിരഞ്ഞെടുത്ത ജീവിതമില്ല, എന്ത് ചെയ്യാൻ എന്നിങ്ങനെ പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം അവിടെ ഗോവിന്ദൻ പറയണേ, എന്തായാലും ഈശ്വരനോട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ജനിച്ച അന്ന് മുതൽ ഇന്നേ വരെ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ്, വിഗ്രഹങ്ങൾ വിറ്റ് ചെയ്യുന്ന ഒരാളുമാണ്. അതുമാത്രമല്ല മണ്ഡലമാസമാണ്, നമുക്ക് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി നോയമ്പൊക്കെ എടുക്കണം, മല ചവിട്ടാൻ പറ്റിയില്ലെങ്കിൽ 2 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ ഞാൻ, മല ചവിട്ടാൻ പറ്റിയില്ലെങ്കിലും അവിടെ പോയി വ്രതവും കാര്യങ്ങളൊക്കെ ചെയ്യണം, എൻ്റെ രണ്ട് മക്കളുടെയും ജീവിതം നന്നായി കാണണം, അഭിയും മാറണം എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയണം കേട്ടോ. ഇനിയാണ് കനകം വരുമ്പോൾ ആ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം ഇവരോട് പറയാനിരിക്കുന്നത്. എന്നാൽ ഈ സമയം അനാമിക പ്രശ്നം ഉണ്ടാക്കുമ്പോഴായിരിക്കും നവ്യ അനാമികയ്ക്ക് 1.5 തിരിച്ചടി കൊടുക്കുന്ന കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കിടിലൻ തന്നെയാണ്. ഇനി അടുത്ത എപ്പിസോഡ് അനാമിക ഇനി ദേവയാനി വന്ന് പ്രശ്നമുണ്ടാക്കുമ്പോഴായിരിക്കും കിടുക്കൻ തിരിച്ചടി അനാമികക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ.